Hey bro and sister, ഏതാനും നാളുകൾക്ക് മുമ്പ് നമ്മൾ 60 days of challenge mindset building എന്നുള്ള ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരുന്നു. മടിയായി ഒന്നിനും വയ്യാതെ ജീവിതത്തെ തന്നെ പേടിച്ച് അടുത്തത് എന്താവും എന്നുള്ള ആശങ്കയിൽ കഴിയുന്ന ആളുകളിൽ നല്ല ഒരു ചാലഞ്ചിങ് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ പ്രോഗ്രാം ആരംഭിച്ചത്. ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ ഒരുപാട് ആളുകളുടെ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് നമ്മുടെ കൺമുന്നിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പ്രസീത എന്നുള്ള ക്ലൗഡ് കിച്ചൺ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ വീഡിയോ ആണ് നിങ്ങൾ ഈ കാണാൻ പോകുന്നത്. ഹലോ, എൻ്റെ പേര് പ്രസീത. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ്. എനിക്കൊരു ക്ലൗഡ് കിച്ചൺ ഉണ്ട്. അവിടെ ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അവിടെ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഓരോന്ന് ചെയ്യുമ്പോഴും എനിക്ക് ഭയങ്കര ടെൻഷനാണ്, ഭയങ്കര പേടിയാണ്. ഓരോ പുതിയ കാര്യങ്ങൾ ചെയ്യണം, കുറേ ഐഡിയാസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, പക്ഷെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര പേടിയാണ്, കുറച്ച് കോൺഫിഡൻസ് കുറവുണ്ട്, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ട്. അപ്പം അതൊക്കെയാണ് എൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം. എങ്ങനെയാണ് നമ്മളുടെ 60 days ചാലഞ്ച് മൈൻഡ് സെറ്റ് ബിൽഡിംഗ് പ്രോഗ്രാമിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നത്? ഞാൻ കുറേ കോഴ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പും, പല പല ടീച്ചേഴ്സിൻ്റെ ഒക്കെ. അതിൽ കുറേയൊക്കെ നമ്മൾ വിചാരിക്കുന്ന അത്ര ആ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ ഫേക്കായിട്ടുള്ളവർ എല്ലാ ഫീൽഡിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ നിന്നും കുറേ തിരിച്ചടികളൊക്കെ കിട്ടി, പൈസ അങ്ങനെയൊക്കെ വേസ്റ്റ് ആയി. അപ്പോൾ ഒരു കോഴ്സിലേക്കുള്ള വിശ്വാസമൊക്കെ പോയിരിക്കുന്ന സമയത്താണ് ഈ ഒരു കോഴ്സിനെ കുറിച്ച് കാണുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് മെയിനായിട്ട് എന്നെ അട്രാക്ട് ചെയ്തത് പേഴ്സണൽ കോച്ച് ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ഇതിപ്പോൾ പ്രോഗ്രാമിൽ ചേർന്നിട്ട് എത്രാമത്തെ ദിവസമാണ്? ഞാനിപ്പോൾ 32 days കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ഈ ഒരു 32 days 32 ദിവസമായി പ്രോഗ്രാമിൽ വന്നിട്ട്? ഈ 32 ദിവസത്തിൽ എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇതിനു മുൻപ് ഉണ്ടായിരുന്ന ലൈഫ് എങ്ങനെയുള്ളതായിരുന്നു? 32 days കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ഇതിലെനിക്ക് മെയിനായിട്ടുള്ളത് ചലഞ്ചിങ് മൈൻഡ് സെറ്റ് വന്നു. എന്നുവെച്ചാൽ എന്ത് കാര്യം വന്നാലും ഓക്കെ, അത് നമുക്ക് കാണാം, വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വന്നു. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ വേണോ എന്ന് 100 തവണ ആലോചിക്കും. ഇപ്പം അതില്ല, വരുന്നിടത്ത് വെച്ച് കാണാം. ഇവൻ ഈ ഇൻ്റർവ്യൂ പോലും അങ്ങനെയാണ്. മീൻസ് നേരത്തെ ഞാനായിരുന്നെങ്കിൽ ആദ്യമേ നോ പറഞ്ഞേനെ. ഇതിപ്പോൾ ഓക്കെ എന്ന് ആദ്യം തന്നെ പറഞ്ഞു. പ്രത്യേകിച്ച് നമ്മളുടെ പ്രോഗ്രാം ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരുപാട് വുമൻസ് കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അവരോടൊക്കെ പറയാനുള്ളത് എന്താണ്? നേരത്തെ എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെന്റ്, ഒരാളോട് കൂട്ടായി കഴിഞ്ഞാൽ അവരോട് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആവും. എന്നിട്ട് അവരൊന്നും മിണ്ടാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരൊന്ന് ഫോൺ എടുക്കാതിരിക്കുമ്പോഴോ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് വന്നതിന് ശേഷം തിരിച്ചറിയാൻ തുടങ്ങി. മീൻസ് അവരെന്തെങ്കിലും തിരക്കായിരിക്കാം. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം അവർ വഴക്കിട്ടാണെങ്കിൽ പോലും നേരിട്ട് പോയി സംസാരിച്ച് സമാധാനമായിട്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ എന്നുവെച്ചാൽ അറ്റാച്ച്മെൻറ്റ് കുറച്ചു, എന്നാൽ പോലും ആ ഒരു റിലേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. പിന്നെ വേറൊരാളോട് സംസാരിക്കുന്ന സമയത്ത് എന്നുവെച്ചാൽ ഒരു പരിചയമില്ലാത്ത ഒരാളോട് അങ്ങനെ സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അത് ഇപ്പോൾ ഈ ടാസ്ക് ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അതിനോടുള്ള ആ ഒരു പേടിയൊക്കെ മാറി. എന്തായാലും എന്തിനാ പേടിക്കുന്നേ, മറ്റുള്ളവരോട് പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാവാൻ തുടങ്ങി. എന്നുവെച്ചാൽ ഓക്കെ, പോയി സംസാരിക്കാം, അവരൊന്നും പറയില്ല. അഥവാ എന്തെങ്കിലും പറഞ്ഞാലും പേടിക്കണ്ട, മനുഷ്യന്മാരല്ലേ, ഓക്കെ എന്നുള്ളൊരു മൈൻഡായി. പിന്നെ ഈ പറയാനുള്ള കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ കേട്ടിരിക്കാൻ ഒരാളില്ലായിരുന്നു. അത് മെയിൻ പ്രശ്നമാണ്. കാരണം ഞാൻ കേട്ടിരിക്കാറുണ്ട്, പക്ഷെ എൻ്റെ കേട്ടിരിക്കാനല്ല. അഥവാ ഒരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പോലും അവരൊരു പരിധി കഴിഞ്ഞാൽ മതി, പിന്നെ വിളിക്കാം എന്നും പറഞ്ഞിട്ട് വെക്കും. അപ്പോൾ ഒരാൾ കേട്ടിരിക്കാനുണ്ടായിരുന്നു. മീൻസ് പേഴ്സണൽ കോച്ച് ഉണ്ടായിരുന്ന സമയത്ത് കുത്തിയിരുന്ന് കേട്ടിട്ടുണ്ട്. ഭയങ്കര ശ്രീഹരിയായിരുന്നു എൻ്റെ കോച്ച്. അപ്പോൾ അവൻ ഇരുന്ന് കേട്ടിട്ടുണ്ട് ഒരു 2 മണിക്കൂറോളം, ഒന്നും തിരിച്ചു പറയാണ്ട് ഓക്കെ നീ പറഞ്ഞു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. മീൻസ് വെറുപ്പിച്ച് വിട്ടിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് പലർക്കും ഇല്ലാത്തതായിട്ട് മിസ്സാവുന്നത് കേൾക്കാനായിട്ട് ആളില്ലാണ്ട്. അതെ, മെയിനായിട്ട് ഈ കോഴ്സിൽ വരുമ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഒരു കോച്ച് ഉണ്ടെന്ന് പറയുന്നത് തന്നെയായിരുന്നു എന്നെ അട്രാക്ട് ചെയ്ത ഇതിലേക്ക്. അപ്പോൾ നമുക്കിപ്പോൾ എന്തും തുറന്നു, അതുമല്ല ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഒരു കുഞ്ഞു കാര്യം പറയുമ്പോഴും ഞാനങ്ങനെ മൈൻഡ് ചെയ്യാത്ത കുറേ കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ചെറിയ കാര്യങ്ങളിൽ പോലും അപ്രിസിയേഷൻ കിട്ടുന്നുണ്ടായിരുന്നു കോച്ചിൻ്റെ അടുത്തുനിന്ന്. എന്ന് വെച്ചാൽ ഞാൻ ഒന്നും നോക്കാണ്ടായിരിക്കും പറയുന്നത്. അപ്പോൾ അവൻ വിളിച്ചിട്ട് ഇത് വളരെ നല്ല കാര്യമാണ്, അത് മുന്നോട്ട് ചെയ്യും, നല്ല കാര്യമാണെന്നൊക്കെ പറയുമ്പോൾ അത് കൊള്ളാമല്ലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരാൻ തുടങ്ങി. എന്ന് വെച്ചാൽ അതിന് അപ്രിസിയേഷൻ നമ്മൾ അർഹിക്കുന്നുണ്ട്. അത് ഈ കോച്ച് വന്നപ്പോഴാണ് എനിക്ക് കുറേ കാര്യങ്ങൾ അപ്പം നമുക്ക് ഷെയർ ചെയ്യാനുള്ളൊരു ആഗ്രഹം, മീൻസ് ഇതും കൂടുമല്ലോ.
അങ്ങനെ അത് നല്ലൊരു കാര്യമായിരുന്നു. കോച്ച് ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മീൻസ് ചെയ്യാനുള്ള ഇപ്പം ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെ വേണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല ചെയ്യെന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് ചെയ്യിക്കും. ചെയ്യിക്കുമ്പോഴും നമുക്ക് പറ്റുമോ എന്നൊരു ഡൗട്ട് ഉണ്ടാവുമല്ലോ. പക്ഷെ അവൻ ഇല്ല ചെയ്ത് നോക്കൂ അപ്പം അറിയാൻ പറ്റുമല്ലോ. അപ്പം നമ്മൾ തോറ്റു പോകുമെന്ന് ഓർത്തിട്ടാണല്ലോ ചെയ്യാത്തത്. പക്ഷേ ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ ഇത്ര ഈസി ആയിരുന്നോ അപ്പം തന്നെ നമ്മൾ വിളിച്ചു പറയും. അപ്പം നമ്മൾ ഇത്രേ ഉള്ളൂ സിമ്പിളാന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു പേഴ്സണൽ കോച്ച്. ഇപ്പൊ 32 ഡേയ്സ് വരേക്കും വരുന്നുണ്ട്. ഒരു വുമൺ ആണ്. നമുക്ക് ഒരുപാട് വുമൻസ് മെസ്സേജ് ചെയ്യാറുണ്ട് ഈ ഒരു പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അറിയാനും ഒക്കെ വേണ്ടിയിട്ട്. അതിലും പലരും ഇങ്ങനെ ഉണ്ടാവും, ഒരു പ്രോഗ്രാമൊക്കെ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് മാറ്റാനായിട്ട് പറ്റുമോ, അല്ലെങ്കിൽ ഇതിനു മുമ്പും ഒരുപാട് കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് അതിൽ വലിയൊരു റിസൾട്ട് ഉണ്ടാവാത്ത ഒരുപാട് പേരും പിന്നെ ഇത് എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് പലരും മെസ്സേജ് ചെയ്യാറുണ്ട്. സോ അങ്ങനെയുള്ളവരോട് എന്താണ് പറയാനുള്ളത്? ഉറപ്പായിട്ടും ഇത് ചെയ്യണം. കാരണം ഇത് ഒരു ചലഞ്ചിങ് മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അത് നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചാലും നമ്മളെ കൊണ്ട് ചെയ്യിക്കും. അപ്പം അതൊരു ചെയ്ത് നമുക്ക് എല്ലാത്തിനോടും അങ്ങനെയുള്ള ഒരു ഫീല് വരാൻ തുടങ്ങി. മീൻസ് എന്ത് വന്നാലും ഇപ്പം ഈ പറയുന്ന ടാസ്കുകൾ ചെയ്തിട്ട് മാത്രമല്ല, അല്ലാണ്ട് നമ്മൾ ലൈഫിൽ എന്ത് വന്നാലും ചലഞ്ച് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് വരുന്നുണ്ട്. അതായത് ബാക്കിയുള്ള കോഴ്സിനെ വെച്ച് നോക്കുമ്പോൾ അതിൽ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ചെയ്യാനുള്ളതാണ് കൂടുതൽ. എന്ന് വെച്ചാൽ നമ്മുടെ ഗോൾസ് സെറ്റ് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുക, അങ്ങനെയുള്ള ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ടാസ്കുകളും നമ്മൾ പുറത്തേക്ക് ഇറങ്ങി സൊസൈറ്റി ആയിട്ട് കൂടുതൽ കണക്ട് ചെയ്തിട്ടുള്ള ടാസ്കുകളാണ്. എന്ന് വെച്ചാൽ നമ്മളത് ചെയ്യണം. പുറത്തേക്ക് ഇറങ്ങി മറ്റുള്ളവരോട് സംസാരിക്കുന്നതാണെങ്കിലും അങ്ങനെയുള്ള ടാസ്കുകളൊക്കെയാണ് ഉള്ളത്. അപ്പം നമുക്ക് എന്തായാലും അത് ചെയ്ത് ആ ഒരു പേടി മാറിയാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആവാറുണ്ട്. ഇന്ന് 32ാമത്തെ ദിവസമാണ്. ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ഇമ്പാക്ട്ഫുൾ ആയിട്ട് തോന്നിയ ഒരു ചലഞ്ച് എന്തായിരുന്നു? ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരാളെ പരിചയപ്പെടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഏതെങ്കിലും ഒരു പേഷ്യൻറ്റിനെ പരിചയപ്പെട്ടിട്ട് അവരോട് ചോദിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ പറഞ്ഞായിരുന്നു. ഞാൻ പേടിച്ചാണ് പോയത്. പിന്നെ അവിടെ ചെന്ന് ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറഞ്ഞു, അത് നടന്നില്ല. ആ ഒരു അവസ്ഥ ആയതുകൊണ്ട് ഞാൻ തന്നെ ചോദിച്ചില്ല അവരോട്. അപ്പോൾ അവരോട് കയറി സംസാരിച്ചപ്പോൾ അവർ പേടിച്ച് മക്കളുടെ ചീത്തയൊക്കെ കേട്ടിട്ടിരിക്കുകയായിരുന്നു. മീൻസ് പുറത്തോട്ട് പറയാണ്ട് വയ്യാണ്ടായിട്ടും പറയാണ്ട് മിണ്ടാതിരുന്നു. മോൻ വന്ന് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞപ്പോൾ വഴക്കൊക്കെ കേട്ടിരിക്കുക. അപ്പം ആ ഒരു സങ്കടത്തിൽ ഇരിക്കുന്ന സമയത്താണ് ഞാൻ പോയി സംസാരിച്ചത്. അപ്പോൾ ആ ഒരു സങ്കടം മീൻസ് മോളെ പെട്ടെന്ന് ഇങ്ങനെ ആ ഒരു ഇമോഷൻസ് ഒക്കെ എന്നോട് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നോട് കാര്യമായിട്ട് സംസാരിച്ചു. പിന്നെ മോൾ എവിടെ നിന്നാണ് വരുന്നത്, എന്താ ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞൊരു കോഴ്സിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വരുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയി. എൻ്റെ അടുത്ത് ശരി പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞു. കാരണം പേടിച്ച് ടെൻഷൻ അടിച്ചിരുന്ന ആൾ പെട്ടെന്ന് കൂളാവാനൊക്കെ എനിക്ക് ആ ഒരു ടാസ്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മീൻസ് നമ്മളൊരാൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് സംസാരിച്ചു. അത് ഞാൻ റാൻഡമായിട്ട് ഒരാളെ സെലക്ട് ചെയ്തത്. അപ്പോൾ ആൻറ്റി എൻ്റെ അടുത്ത് നന്നായിട്ട് സംസാരിച്ചു. ഓക്കെ നന്നായിട്ട് പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി. അതുമല്ല ആ ഒരു ചലഞ്ച് ചെയ്തതിന് ശേഷമാണ് എനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ആയത്. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഞാൻ പേടിച്ച് മാറി നിൽക്കുകയായിരുന്നു. പക്ഷേ അത് മിണ്ടിക്കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കോൺഫിഡൻസ് ആയി. എനിക്ക് ചെയ്യാൻ പറ്റും, മറ്റുള്ളവരോട് മിണ്ടാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നു. ശരിക്കും ഇതിനുള്ള എൻകറേജ്മെന്റ് എങ്ങനെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്? അതായത് ഇത് എനിക്ക് ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ള ഓരോ ടാസ്കുകൾ തരുന്ന സമയത്ത് ഡൗട്ട് ഉണ്ടാവും. ശ്രീഹരി അവൻ ചെയ്യിപ്പിക്കുന്ന ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഫുൾ ചെയ്യും. എന്ന് വെച്ചാൽ പെൻഡിങ് വരും. മീൻസ് അന്ന് എന്തെങ്കിലും ഞാൻ ശരിക്കും എനിക്കൊരു സൺഡേ ഇത് തന്നത്. പക്ഷെ അന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പറ്റിയില്ല. എനിക്ക് എറണാകുളത്തായിരുന്നു ഞാനിന്ന്. അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ നാട്ടിൽ ആലപ്പുഴ വന്നു കഴിഞ്ഞപ്പം ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട്, അങ്ങോട്ടേക്കാണ് പോയത്. അപ്പം പെൻഡിങ് വന്നു. എന്നിട്ടും ഇടയ്ക്കൊക്കെ എന്നെ ഓർമ്മിപ്പിക്കും അത് ചെയ്തില്ല പോയി ചെയ്യുന്നു പറഞ്ഞ് എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്. ശ്രീഹരി ഇല്ലായിരുന്നു ചിലപ്പോൾ ഞാൻ ചെയ്യില്ലായിരുന്നു. അവൻ പറഞ്ഞ് പിന്നെ ഇങ്ങനെ 2-3 തവണ നമ്മുടെ അടുത്ത് പറഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അന്ന് ചെയ്ത് കളയാന്നുള്ളൊരു മൈൻഡ് വരില്ലേ. അപ്പൊ അങ്ങനെയാണ് പോകുന്നത്. പക്ഷെ ഇതിന്റെ ഫസ്റ്റ് സെഷൻ എന്നുള്ളത് എങ്ങനെയായിരുന്നു? നമ്മൾ പറയാറുണ്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റി നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഓരോ ടാസ്കുകൾ ഡിസൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു ഫസ്റ്റ് സെഷന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അതായത് ഒരു എനിക്കുള്ള പ്രോബ്ലംസ് ഒക്കെ എനിക്കറിയായിരുന്നു. പക്ഷേ
ഞാൻ അറിയാത്ത കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അത് എൻ്റെ മെൻറ്റർ തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത്. ഇന്ന പോലെയൊക്കെ ഉണ്ട്, മീൻസ് ഇപ്പം മറ്റുള്ളവരോട് പെട്ടെന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ മെൻറ്റർ പറഞ്ഞിട്ടാണ് ഞാനും അത് നോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ടാസ്കുകൾ കിട്ടാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഓക്കെ. പലർക്കും നമ്മളുടെ പ്രോഗ്രാമിന്റെ ഫീസ് എന്നുള്ളത് 3000 ആണ്. നിങ്ങൾ ചേരുന്ന സമയത്ത് 3000 ആയിരുന്നു. സോ ഇങ്ങനെയുള്ള ഒരു എമൗണ്ട് പറയുന്ന സമയത്ത് ഇത്രയും പൈസ ഉണ്ട് അല്ലേ, ശരി എന്നാ പിന്നീട് കോണ്ടാക്ട് ചെയ്യുക, അവർക്കത് നീഡ് ഉണ്ട് എന്നുണ്ടെങ്കിലും പിന്നീട് കോണ്ടാക്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. അത് പേഴ്സണൽ കാര്യത്തിൽ എങ്ങനെയായിരുന്നു? ഇല്ല, ഈ 3000 എന്ന് പറയുന്നത് റീസണബിൾ ആണ്. കാരണം ബാക്കിയുള്ള കോഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല, കാരണം ഈ ഒരു എമൗണ്ടിൽ നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ട്. പിന്നെ ടാസ്കുകളൊക്കെ ആണെങ്കിലും അതേപോലെ നല്ല രീതിയിൽ നമുക്ക് ചേഞ്ച് വരുത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു കോഴ്സ് ചെയ്യുമ്പോൾ അല്ല എന്ത് ചെയ്യുകയാണെങ്കിലും അത് വെറുതെ നമുക്ക് കിട്ടിയാൽ നമുക്ക് അതിന് വാല്യൂ ഉണ്ടാവില്ലല്ലോ. മീൻസ് അതിൽ ഇപ്പോൾ ഒരു എമൗണ്ട് കൊടുത്താൽ അതൊരിക്കലും വേസ്റ്റ് ആവില്ല. പിന്നെ ഒരു മെൻറ്റർ നമ്മുടെ കൂടെ ഉണ്ടാവും 60 ദിവസം. നമുക്ക് എന്തോ ഓപ്പണായിട്ട് സംസാരിക്കാം, നമുക്ക് സപ്പോർട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് അത്ര വലിയ ഒരു എമൗണ്ട് അല്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പേഴ്സണാലിറ്റി ബേസിസിൽ കുറേ കാര്യങ്ങൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് നമ്മൾ ചെയ്യുന്ന ക്ലൗഡ് കിച്ചൺ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ എങ്ങനെയെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. എന്നുവെച്ചാൽ ഇപ്പോൾ ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ അത് പറ്റുമോ, എനിക്ക് പേടിയുണ്ടായിരുന്നു. മീൻസ് കസ്റ്റമേഴ്സ് എന്ത് പറയും, മീൻസ് ഞാൻ ചെയ്യുന്ന കാര്യത്തിന് എനിക്ക് ഫുൾ കോൺഫിഡൻസാണ്. പക്ഷേ അവർക്ക് ഇഷ്ടമാവുമോ, എനിക്ക് അവരുടെ ഭാഗത്ത് നിന്നാണ് ഞാൻ കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഭാഗത്ത് എനിക്ക് സന്തോഷം തരുന്നുണ്ടെന്ന് മനസ്സിലായി. മീൻസ് ഇത് ചെയ്യുമ്പോൾ എനിക്ക് എന്തായാലും സന്തോഷം തരുന്നുണ്ട്. ഞാൻ അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ കൊടുക്കുന്നത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ എനിക്ക് ഓക്കെ ആയി. മീൻസ് അതൊരു കോൺഫിഡൻസിൻ്റെ ഒരു ഇതാണല്ലോ. അവരെ കുറിച്ച് ഞാൻ ചിന്തിക്കാതായി. കാരണം ചിലവർ കൊണ്ടുപോയാൽ അപ്പം തന്നെ നമ്മളെ വിളിച്ചിട്ട് പറയും അടിപൊളിയായിരുന്നു. ചിലവർ അങ്ങനെ പറയില്ല, നമ്മൾ ചോദിച്ചാലോ അങ്ങനെയൊക്കെ പറയുള്ളൂ. പക്ഷേ അല്ല, അത് ഞാൻ മൈൻഡ് ചെയ്യാണ്ടായി. മീൻസ് പറഞ്ഞാൽ ഓക്കെ സന്തോഷം, അത് തന്നെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ളൊരു കാര്യം മീൻസ് എന്താ, നമ്മളിപ്പോൾ അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഓക്കെ ആണോ, അവർക്ക് ഇഷ്ടപ്പെട്ടോ, അങ്ങനെയുള്ള ചിന്തകളൊക്കെ മാറാൻ തുടങ്ങി. ഞാൻ ചെയ്യുന്നതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് എനിക്ക് സന്തോഷം തരുന്നുണ്ടോ എന്ന് മാത്രം ഞാൻ നോക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളിൽ ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്, പേടി മാറി. അത് ഈ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ പേടി മാറി. കാരണം മറ്റുള്ളവർ നമ്മളെ എന്ത് മോശമായിട്ട് ഇപ്പോൾ കാണുമോ എന്ന് വെച്ചാൽ എത്ര പെർഫെക്റ്റ് ആയിട്ട് കൊടുത്താൽ പോലും അതിൽ നെഗറ്റീവ്. പക്ഷേ ഇതുവരെ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല ദൈവം സഹായിച്ച്. മീൻസ് എനിക്ക് തോന്നുന്നു ഒരു 200 സംതിങ് കസ്റ്റമേഴ്സ് ഇപ്പം എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. പക്ഷെ ഒരാൾ പോലും മോശം പറഞ്ഞിട്ടില്ല, എല്ലാവരും ഹാപ്പി തന്നെ. പിന്നീടും അവർ വരാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ അവർ വരില്ലല്ലോ. പിന്നെ അവരുടെ കെയർ ഓഫിൽ നമ്മുടെ അടുത്ത ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ എന്നിട്ട് പോലും എനിക്ക് പേടിയാ ഇത് കൊടുത്ത് അവർക്ക് ഇഷ്ടാവോ. പക്ഷെ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ഇപ്പോൾ എനിക്ക് സന്തോഷം തരുന്നുണ്ടോ, അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ പേടി മാറി. അപ്പോൾ ഓക്കെ, അത് ശരിക്കും ഈ കോഴ്സിൽ കയറിയതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയത് തന്നെ. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മളൊരു കാര്യം തുടങ്ങാൻ പോവുക അല്ലെങ്കിൽ അത് ചെയ്യുക. ഇപ്പം ഈ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം തന്നെ ചെയ്യാൻ പോകുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങും. ചിന്തിച്ച് അത് നെഗറ്റീവിലേക്കാവും. എൻ്റെ സ്ഥിരം പ്രശ്നമായിരുന്നു. എന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്യുമ്പോഴും നെഗറ്റീവ് ആവാൻ തുടങ്ങി ഞാൻ. അപ്പോൾ കോൺഫിഡൻസ് കുറയും. പക്ഷേ ഇപ്പം ഞാനൊരു കാര്യം വരുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനേ പോവില്ല. കൂടിപ്പോയ ഒരു 5 മിനിറ്റ്, അതിൻ്റെ അപ്പുറം ഞാൻ ചിന്തിക്കില്ല. ചിന്തിച്ചാലും നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കില്ല. ആ നെഗറ്റീവിനെയും പോസിറ്റീവ് ആക്കാൻ തുടങ്ങി. അതെനിക്ക് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് കൂട്ടിയിട്ടുണ്ട്. അത് സീരിയസ്ലി ഈ കോഴ്സിന് ശേഷമാണ്. എന്ന് വെച്ചാൽ ചിന്തിക്കേണ്ട കൂടുതൽ ആ കാര്യത്തെക്കുറിച്ച്. പേടിയാകുമെന്നറിയാം, നെഗറ്റീവ് ആകുമെന്നറിയാം. അത് തിരിച്ചറിഞ്ഞിട്ട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട എന്ന് എന്നോട് തന്നെ പറയാൻ തുടങ്ങി. അപ്പം അതങ്ങ് മാറി കിട്ടി. ആ പേടി, കോൺഫിഡൻസ് അതൊക്കെ കിട്ടി. മീൻസ് പേടി മാറി, കോൺഫിഡൻസ് കിട്ടി. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് കാണുന്നത്? ഞാനിപ്പോൾ ഇത്ര നാൾ പോയിക്കൊണ്ടിരുന്ന ഒരു പേടിയും ടെൻഷനും ഒക്കെ വെച്ചിട്ട് ഞാൻ ഇത്ര അച്ചീവ് ചെയ്തെന്നുണ്ടെങ്കിൽ ഇനി എൻ്റെ പേഴ്സണാലിറ്റിയും അല്ലെങ്കിൽ എൻ്റെ കോൺഫിഡൻസ് ഒക്കെ കൂട്ടിയിട്ട് എനിക്ക് ഇതിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ആവാം എന്നുള്ളൊരു വലിയൊരു കോൺഫിഡൻസ് ഉണ്ടായി. കാരണം കോൺഫിഡൻസ് ഇല്ലേ ഒരിക്കലും നമ്മൾ മുന്നോട്ട് പോവില്ലല്ലോ. മീൻസ് പോയാലും നമുക്കത് എത്തില്ല അവിടം വരെ. അപ്പോൾ ഇപ്പം എന്തായാലും ഞാൻ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നോക്കുന്നില്ല. എന്തായാലും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉറപ്പുണ്ട്. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, അന്ന് ഞാൻ എടുത്ത തീരുമാനത്തിൻ്റെ വാല്യൂ എനിക്കിന്ന് മനസ്സിലാവുന്നുണ്ട്. മീൻസ് അത് തെറ്റിയിട്ടില്ല എന്ന് എനിക്കിപ്പോൾ ഉറപ്പുണ്ട്. ഓക്കെ,
സോ എനിവേ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഇനി അങ്ങോട്ടുള്ള ലൈഫും അടിപൊളിയാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഇപ്പോഴും നിങ്ങൾക്ക് വൈകിട്ടില്ല, ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് തീരുമാനം എടുക്കാവുന്നതാണ്. നിങ്ങൾക്കും ജോയിൻ ചെയ്ത് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം തന്നെ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്യുക.